വർഷം 1962. ലോകം കണ്ട ഏറ്റവും വലിയ ചതിയുടെ ചരിത്രം ഹിമാലയൻ അതിർത്തികളിൽ എഴുതപ്പെടുകയായിരുന്നു. ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലേക്ക് ഇരച്ചു കയറി. ഇന്ത്യൻ സൈനികർ ചോരയൊടുക്കി പോരാടുമ്പോഴും ലോജിസ്റ്റിക്സ് പിന്തുണയിൽ രാജ്യം വല്ലാതെ ഉലഞ്ഞുപോയി. വിഭവങ്ങൾ എത്തിക്കാൻ വഴികളേയില്ല. സൈനികർക്ക് ഭക്ഷണം നൽകാൻ സംവിധാനങ്ങളുമില്ല. അന്ന് ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. തോക്കുകളില്ലാത്ത, ഒരു സൈനിക പരിശീലനവും കിട്ടിയിട്ടില്ലാത്ത, എന്നാൽ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ സൈന്യത്തെ പോലും വെല്ലുന്ന പതിനായിരക്കണക്കിന് യുവാക്കൾ ഹിമാലയൻ നിരകളിലേക്ക് ഓടിക്കയറി. കയ്യിലൊരു കുറുവടി, ചുണ്ടിൽ ഭാരത് മാതാ കീ ജയ് എന്ന മന്ത്രം. പരിക്കേറ്റ സൈനികരെ തോളിലേറ്റി കിലോമീറ്ററുകളോളം അവർ നടന്നു. ശത്രുവിന്റെ വെടിയുണ്ടകൾക്കിടയിലൂടെ സൈനികർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിച്ചു. ആരാണിവർ? എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രത്തോളം ആവേശം ലഭിക്കുന്നത്? 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇതേ കുറുവടി സൈന്യത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തോടൊപ്പം മാർച്ച് ചെയ്യാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്ഷണിച്ചപ്പോൾ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റസമ്മതമായിരുന്നു. അവഗണിക്കാൻ ശ്രമിച്ചവർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്ന ആ ശക്തി, അതാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു സംഘടനയെക്കുറിച്ചല്ല, മറിച്ച് ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വിപ്ലവത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ കേരളത്തിൽ RSS എന്നാൽ വർഗീയവാദികളാണ്, എന്തോ വലിയ തെറ്റ് ചെയ്തവരാണ്. എന്നാൽ സത്യം എന്താണ്? 1925 സെപ്റ്റംബർ 27 ഒരു വിജയദശമി ദിവസം നാഗ്പൂരിലെ മോഹിദേവാഡ എന്ന ചെറിയ മൈതാനത്ത് വെറും 17 പേരുമായിട്ടാണ് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്ന മനുഷ്യൻ ഒരു വിത്ത് പാകിയത്. അന്ന് അദ്ദേഹം ആർക്കും വലിയ പ്രസംഗങ്ങളൊന്നും നൽകിയില്ല. പകരം ഒരു പന്തുമായി വരാൻ പറഞ്ഞു. ആ കളിയിലൂടെ അദ്ദേഹം പഠിപ്പിച്ചത് ഐക്യമായിരുന്നു. എന്തായിരുന്നു ഹെഡ്ഗേവാറിന്റെ ലക്ഷ്യം? അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, വിപ്ലവകാരിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ഭാരതം രക്ഷപ്പെടില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഭാരതം നൂറ്റാണ്ടുകളോളം വിദേശികൾക്ക് അടിമപ്പെട്ടത് ആയുധമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഭാരതീയർക്കിടയിൽ ഐക്യമില്ലാത്തത് കൊണ്ടായിരുന്നു. ജാതിയും ഉപജാതികളും പറഞ്ഞ് തമ്മിലടിക്കുന്ന ഒരു സമൂഹത്തിന് എങ്ങനെ ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ സാധിക്കും? വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രം. അച്ചടക്കമുള്ള നിസ്വാർത്ഥനായൊരു പൗരനെ വാർത്തെടുത്താൽ രാജ്യം തനിയെ രക്ഷപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രാഷ്ട്രീയ അധികാരത്തിന് പിന്നാലെ പോകാതെ അടിത്തട്ടിൽ നിന്നും ഒരു തലമുറയെ മാറ്റാനായി അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് RSS എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ ജനനം. എന്താണ് ശാഖ? RSSന്റെ കരുത്ത് അതിൻ്റെ ശാഖകളാണ്. ഇവിടെ ശാഖയ്ക്ക് പോയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവസവും 1 മണിക്കൂർ നാട്ടിലെ മൈതാനത്ത് ഒത്തുചേരുന്നു. അവിടെ ജാതിയോ പദവിയോ ഇല്ല. വലിയ ബിസിനസ്സുകാരനും സാധാരണ തൊഴിലാളിയും ഒരേ യൂണിഫോം ധരിച്ച് മണ്ണിലിരിക്കുന്നു. കായിക അഭ്യാസങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കരുത്തുള്ളതാക്കുന്നു. ബൗദ്ധിക്, ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുന്നു. പിന്നെ പ്രാർത്ഥന, നമസ്തേ സദാ വത്സലേ മാതൃഭൂമി, മാതൃഭൂമിക്ക് വേണ്ടിയുള്ള സമർപ്പണം. അവിടെ മതമോ ജാതിയോ ഇല്ല, ഓർക്കണം. ഈ ശാഖകളിലൂടെയാണ് ലോകം ഇന്ന് ആദരിക്കുന്ന ആയിരക്കണക്കിന് നേതാക്കൾ ജനിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. നരേന്ദ്രമോദി എന്ന പേര് ഇന്ന് ലോകം ആദരവോടെയാണ് കേൾക്കുന്നത്. എന്നാൽ ഈ കരുത്ത് അദ്ദേഹം എവിടെ നിന്ന് നേടി? ഉത്തരം വളരെ സിമ്പിളാണ്. RSS ശാഖകളിൽ നിന്നും. ഗുജറാത്തിലെ വാട്ട്നഗറിലെ ശാഖയിൽ ഒരു ബാല സ്വയം സേവകനായി തുടങ്ങിയ യാത്ര. പിന്നീട് സ്വന്തം വീടും കുടുംബവും ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു പ്രചാരകൻ, പൂർണ്ണമായ പ്രവർത്തകനായി മാറി. വർഷങ്ങളോളം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും അദ്ദേഹം സഞ്ചരിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ ഉറങ്ങി. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞു. ഒരു ചായ വിൽപ്പനക്കാരിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് RSS നൽകിയ ആ അച്ചടക്കമാണ്, ആ ഒരു രാഷ്ട്രബോധമാണ്. രാജ്യമാണ് പ്രഥമം എന്ന പാഠമാണ് മോദിയെ ഇത്രത്തോളം കഠിനാധ്വാനിയാക്കിയത്. ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ സംഘം നൽകിയ ആ ചടുലതയുണ്ട്. RSS അതിൻ്റെ 100 വർഷത്തെ ചരിത്രത്തിൽ 3 തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നിട്ടുമുണ്ട്.
ഒന്ന് 1948 ഗാന്ധിവധ സമയത്താണ്. ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ യാതൊരു തെളിവുകളുമില്ലാതെ നെഹ്റു സർക്കാർ സംഘത്തെ നിരോധിച്ചു. ആയിരക്കണക്കിന് സ്വയം സേവകർ അന്ന് ജയിലിലായി. എന്നാൽ സുപ്രീം കോടതിയിലും കപൂർ കമ്മീഷനും സംഘത്തിന് ഇതിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി. ഒടുവിൽ നിരുപാധികം നിരോധനം നീക്കാനായി സർക്കാർ തന്നെ നിർബന്ധിതരായി. രണ്ടാമത് 1975 അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി ജനാധിപത്യം അടിച്ചമർത്തിയപ്പോൾ അതിനെതിരെ പോരാടിയത് RSS ആയിരുന്നു. 10,000-കണക്കിന് സ്വയം സേവകർ എന്ന തടവറയിലായി. ഒടുവിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ അത് സംഘത്തിന്റെ വിജയമായിരുന്നു. മൂന്നാമത് 1992 ബാബറി മസ്ജിദ്. ഈ സമയത്തും സംഘം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും സത്യം പുറത്തു വരികയും സംഘം കൂടുതൽ ജനകീയമാവുകയും ചെയ്തു. RSS നേരിടുന്ന പ്രധാന വിമർശനങ്ങളെ നമുക്കിനി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ ഡോക്ടർ ഹെഡ്ഗേവാറെ മറന്നുപോകുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സംഘം നൽകിയ രഹസ്യ പിന്തുണയെക്കുറിച്ച് അരുണ ആസഫ് അലിയെപ്പോലെയുള്ള വിപ്ലവകാരികളൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംഘടന എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താതിരിക്കാനാണ്. RSS മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ എതിരല്ല. അവരുടെ ഹിന്ദുരാഷ്ട്രം എന്നത് ഒരു മതപരമായ ആശയവും അല്ല, അതൊരു സാംസ്കാരിക ആശയമാണ്. ഈ മണ്ണിൽ ജനിച്ച, ഈ മണ്ണിന്റെ പാരമ്പര്യം അംഗീകരിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്ന് സംഘം പറയുന്നു. ഇന്ന് മുസ്ലിം രാഷ്ട്രീയ മഞ്ച എന്ന സംഘടനയുടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ RSSനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വെറുപ്പല്ല, മറിച്ച് ദേശീയതയാണ് അവരുടെ ഇന്ധനം. RSS പുരുഷന്മാരുടെ സംഘടനയാണെന്ന് പറയുന്നവർ രാഷ്ട്രസേവിക സമിതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അതായത് സ്ത്രീകൾക്കായി അതേ അച്ചടക്കത്തോട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണിത്. നമുക്ക് വീണ്ടും ആ യുദ്ധത്തിലേക്ക് പോകാം. തോക്കുകളില്ലാതെ കുറുവടിയുമായി എന്തിനാണ് അവർ പോയത്? അത് ആരെയും അടിക്കാനൊന്നും ആയിരുന്നില്ല. അത് ആത്മരക്ഷയ്ക്കും അച്ചടക്കത്തിനും വേണ്ടിയായിരുന്നു. എപ്പോഴും കുറുവടി സംഘം എന്ന് പറഞ്ഞ RSSനെ കളിയാക്കുന്നവർ ഈ കഥയൊന്ന് ഓർത്ത് വെക്കുന്നതും കേൾക്കുന്നതും അറിഞ്ഞു വെക്കുന്നതും നല്ലതായിരിക്കും. യുദ്ധമുഖത്ത് റോഡുകൾ തകർന്നപ്പോൾ യന്ത്രങ്ങളില്ലായിരുന്ന കാലത്ത് സ്വന്തം കൈകൾ കൊണ്ട് കല്ല് ചുമന്ന് റോഡുണ്ടാക്കിയ ആ സ്വയം സേവകരുടെ അധ്വാനം കണ്ടാണ് ജനറൽ കരിയപ്പ പറഞ്ഞത്, ഇന്ത്യൻ സൈന്യത്തിന് പുറത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ അച്ചടക്കമുള്ള സൈന്യം ഇതാണ്. ചൈനീസ് ചാരന്മാരെ കണ്ടെത്താനും ഗ്രാമങ്ങളിൽ കാവൽ നിൽക്കാനും ആ കുറുവടി സൈന്യം നടത്തിയ പട്രോളിംഗ് അന്ന് അതിർത്തിയിലെ ജനങ്ങൾക്ക് വലിയ ധൈര്യമാണ് നൽകിയത്. ഇന്ന് ചിലർ പോപ്പുലർ ഫ്രണ്ടിനെ അഥവാ PFIയെ RSSുമായി താരതമ്യം ചെയ്യാറുണ്ട്. ഇത് തികച്ചും അർത്ഥശൂന്യമാണ്. RSSന്റെ ഏടയിലത്ത് ഈ ഒരു മതസംഘടനയെ കെട്ടാനോ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താനോ ആവില്ല. ഇന്ത്യയെ തകർക്കാൻ വിദേശത്തു നിന്നും ഫണ്ട് വാങ്ങി ആയുധ പരിശീലനം നൽകി കൊലപാതക സ്ക്വാഡുകൾ രൂപീകരിച്ച സംഘടനയാണ് PFI. അതുകൊണ്ടാണ് രാജ്യം അവരെ നിരോധിച്ചത്. 100 വർഷമായി ഒരു കോടതി പോലും സംഘത്തെ ഭീകര സംഘടന എന്ന് വിളിച്ചിട്ടില്ല. അവരുടെ ആയുധം കുറുവടിയാണ്. അത് പരസ്യമാണ്. അവർ ചെയ്യുന്നത് സേവനമാണ്. പ്രളയമുണ്ടായാലും ഭൂകമ്പമുണ്ടായാലും ആരും വിളിക്കാതെ ഓടിയെത്തുന്നത് സേവാഭാരതിയുടെ സ്വയം സേവകരാണ്. ഒന്ന് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊന്ന് രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. RSS എന്നത് വെറും ഒരു പേരല്ല, അതൊരു വികാരമാണ്. വിമർശനങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും കൂടുതൽ തിളക്കത്തോടെ പുറത്തു വരുന്ന സ്വർണമാണത്. ഇന്ന് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിക്ക് പിന്നിൽ ഒരു സംശയവുമില്ലാതെ പറയാം, പതിറ്റാണ്ടുകളായി ശാഖകളിൽ വിയർപ്പൊഴുക്കിയ ലക്ഷക്കണക്കിന് സ്വയം സേവകരുടെ അധ്വാനമുണ്ട് ഈ ശക്തിക്ക് പിന്നിൽ. നമ്മളിന്ന് സംസാരിച്ചതൊക്കെ തന്നെ RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഭാരതത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം ലോകമെമ്പാടുമുള്ള 40-ലധികം രാജ്യങ്ങളിൽ ഇന്ന് ഈ സംഘടന സജീവമാണ്. ഹിന്ദു സ്വയം സേവക് സംഘ് HSS എന്ന പേരിൽ അമേരിക്കയിലും ബ്രിട്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആ രാജ്യത്തെ തകർക്കാനല്ല, ആ ഒരുമയ്ക്ക് വേണ്ടിയാണ്. വിദേശ മണ്ണിൽ കഴിയുന്ന ഭാരതീയരെ അവരുടെ സംസ്കാരത്തോടും മൂല്യങ്ങളോടും ചേർത്ത് നിർത്തുന്ന ഒരു വലിയ കണ്ണിയായി ഈ പ്രസ്ഥാനം മാറി. വിദേശ രാജ്യങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവിടെയുള്ള ഭാരതീയർക്ക് താങ്ങായി നിൽക്കാൻ ഈ അച്ചടക്കമുള്ള സംഘത്തിന് കഴിയുന്നുണ്ട്. ഇത് വെറുമൊരു രാഷ്ട്രീയ അജണ്ടയല്ല, മറിച്ച് വസുദൈവക കുടുംബം അഥവാ ലോകം മുഴുവൻ ഒരു കുടുംബമുണ്ട്. അത് ഭാരതീയ തത്വത്തിൽ പ്രായോഗിക രൂപമാണ്. ഇന്ന് RSSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതി എന്ന സംഘടനയ്ക്ക് മാത്രം ഇന്ത്യയിലുടനീളം ഏകദേശം ലക്ഷക്കണക്കിന് സേവന പദ്ധതികളുമുണ്ട്. ആദിവാസി മേഖലകളിലെ ഏക അധ്യാപക വിദ്യാലയങ്ങൾ മുതൽ നഗരങ്ങളിലെ ഡയാലിസിസ് സെൻ്ററുകൾ വരെ
അവിടം വരെ നീളുന്ന വലിയൊരു ശൃംഖല ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ സേവ ചെയ്യുന്നു. അതായത് അവർക്ക് വേണ്ടി സേവനം നൽകുന്നതാണ് ഈ സംഘടനയുടെ എല്ലാം ലക്ഷ്യം. എന്തായാലും നരേന്ദ്രമോദിയെ പോലെ ഒരു സാധാരണക്കാരനെ ലോകം ആദരിക്കുന്ന ഭരണാധികാരിയാക്കി മാറ്റിയത് ഈ സംഘടന നൽകിയ അടിത്തറ അല്ലെങ്കിൽ അടിയുറച്ച ദേശഭക്തിയും സ്വഭാവശുദ്ധിയുമാണ്. വ്യക്തി മാറുന്നതിലൂടെ മാത്രമേ സമൂഹം മാറൂ എന്നും സമൂഹം മാറുന്നതിലൂടെ മാത്രമേ രാജ്യം മാറൂ എന്നും RSS വിശ്വസിക്കുന്നു. അല്ലാതെ ഇപ്പോൾ ഇത്രയും നാൾ നമ്മളുടനീളം കേരളത്തിലെ ഒരുപാട് ആളുകൾ RSS ഒരു തീവ്രവാദ സംഘടനയാണ്, PFIക്ക് തുല്യമാണെന്നെല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്ത് ഇടണമെന്ന് തോന്നി. ഇത് കേട്ടിട്ട് എന്നെ സംഘടിക്കുന്നോ ചാണകമെന്നോ ഒക്കെ നിങ്ങൾക്ക് ധൈര്യത്തോടെ വിളിക്കാം. അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാട്, ഇതെൻ്റെ കാഴ്ചപ്പാട്. എന്തായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കുറിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.